ഞാനീ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. മറ്റൊന്നുമല്ല, ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ മേൽ കടന്നു വരുമ്പോൾ അതിനോട് ചേർന്ന് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ മറ്റു ചില പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് നമ്മളാകെ ബന്ധിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ദാവീദും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. 2 ശമൂവേൽ 22:19-20 ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ദാവീദിന് അനർത്ഥ ദിവസമായിരുന്നു അന്ന്, പക്ഷെ ശത്രുവിൻ്റെ ആക്രമണം അന്നേ ദിവസം തന്നെ അദ്ദേഹത്തിനുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദാവീദ് അനുഭവിച്ച അതേ സീസണിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? പക്ഷേ അനർത്ഥത്തെ വിശാലതയാക്കി ദൈവം തീർത്തു. അദ്ദേഹത്തിന് വന്ന അനർത്ഥത്തെ സ്വർഗത്തിൻ്റെ ദൈവം കൂടെയുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനർത്ഥം വിശാലതയായിത്തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് നാനാ വിഷയങ്ങളായിരിക്കാം, അഥവാ നാനാ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്ര വലിയ വിഷയങ്ങളുടെ നടുവിലായിരുന്നാലും അതിന് മധ്യേ എൻ്റെ സ്വർഗത്തിൻ്റെ ദൈവത്തെ ഇന്ന് പകലിലൊന്ന് സ്വാഗതം ചെയ്യാമോ? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് വിഷയങ്ങളായിരുന്നാലും അതിൽ നിന്നും, അത്രയും വിഷയത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് ദാവീദിനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ നിങ്ങളെ ഒരു വിശാലതയിലേക്ക് ഇന്ന് പകലിൽ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. പൂർണ്ണമായി യേശുവിനെ അങ്ങ് വിശ്വസിച്ചാൽ മതി. വിഷയങ്ങൾ എത്ര തന്നെ ആയിക്കോട്ടെ, ആരോഗ്യ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, ബിസിനസ്സിന്മേൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ബന്ധങ്ങൾക്ക് ചില ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കുടുംബ പ്രശ്നം കാണും നിങ്ങൾക്ക്. പക്ഷേ അതിന് മധ്യേ യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. കർത്താവ് വിടുതൻ്റെ ദൈവമാണ്. ഇന്ന് നാനാ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നാലും പരിശുദ്ധാത്മാവ് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്മേൽ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടുവാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി. ഇന്ന് പകലിൽ നാനാ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ട് പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നവർ ഈ ദൂത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ പ്രതിസന്ധികൾ അവർക്ക് മുമ്പിൽ സമഭൂമിയായി മാറട്ടെ. ഇന്ന് പകലിൽ അവരെ വിടുവിച്ചാനായിട്ട് നന്ദി. സ്വർഗത്തിന്റെ ദൈവം അവരെ സ്വാതന്ത്ര്യമാക്കിയാനായിട്ട് നന്ദി പറയുന്നു. സകല മാനവും മാത്രം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.